നമസ്കാരം, എല്ലാവർക്കും മരക്കൻസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കർണാടകയിൽ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത കുന്തവട്ട എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. കുന്തവട്ട കൊടക് ജില്ലയിലാണ്, കൂർഗ് ജില്ലയിലാണ്. ഗോണിക്കുപ്പയിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ഓടിയാൽ നമുക്കിവിടെ എത്താൻ പറ്റുന്നേ ഉള്ളൂ. കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാർക്കൊക്കെ വളരെ പെട്ടെന്ന് എത്താവുന്ന ഒരു സ്ഥലമാണിത്. ഗോണിക്കുപ്പ കുട്ട റോഡിൽ പൊന്നമ്പേട്ട് എന്ന സ്ഥലത്തു നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയിട്ട് പോകണം വലത്തോട്ടേക്ക്. വളരെ പെട്ടെന്ന് എത്താവുന്നതായിരുന്നു. അപ്പോൾ ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മളിവിടെ എത്തി കേട്ടോ. അവിടെ കുന്തപ്പെട്ട ദേവസ്ഥാനം എന്നൊരു സൈൻ ബോർഡ് ഉണ്ട്. ഇവിടുന്ന് വലത്തോട്ടേക്കാണ് പോകേണ്ടത്. കാപ്പിത്തോട്ടങ്ങളുടെ ഇടയിലൂടെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, പക്ഷെ നല്ല രസമാണ്. അത് കഴിഞ്ഞ് കുറച്ച് നല്ല കയറ്റങ്ങളും കയറാനുണ്ട്. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ ബൈക്കിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഉള്ളോട്ടേക്ക് നമുക്ക് ബൈക്കിൽ പോകാം, എന്നിട്ട് അവിടെ നിന്ന് വണ്ടി വെച്ചിട്ട് നടക്കാം. ഈ 2 സൈഡിലും കാണുന്ന കാപ്പിത്തോട്ടമാണ് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. കുറച്ചും കൂടി നേരത്തെ ആയിരുന്നെങ്കിൽ നല്ല കോടമഞ്ഞും ഉണ്ടാകുമായിരുന്നു. നല്ല നടക്കാം. പോകുന്ന വഴിക്ക് ഒരു കാവുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടിട്ട് അധികം വിളക്കൊന്നും വെക്കാറില്ലെന്ന് തോന്നുന്നു, പക്ഷെ ആ മരവും ആ ചുറ്റുപാടിലൊക്കെ കാണാൻ നല്ല രസമുണ്ട്. കാവുകൾ പിന്നെ ഇപ്പോൾ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും. മുകളിലൊരു അമ്പലമുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും ഇവിടെ ഉണ്ടാവും. ഇതിലൂടെ നടക്കാൻ പ്രത്യേക ഫീലാട്ടോ. നല്ല കിളികളുടെ സൗണ്ടും പിന്നെ വേറെ എന്തൊക്കെയോ സൗണ്ടും പ്രത്യേക ഒരു ഫീലാണ്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഇവിടം തൊട്ട് നല്ല കയറ്റം സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ കാപ്പിത്തോട്ടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നല്ല കാടാണ്. കാട്ടിലൂടെ പോകണം മുകളിലുള്ള വ്യൂ പോയിൻ്റൊക്കെ. നമ്മൾ ആ കയറ്റൊക്കെ കയറി മെല്ലെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ കയറാൻ. ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. മല കയറി വന്നപ്പോഴേക്കും കുറച്ച് ക്ഷീണിച്ചോട്ടോ. കുറേ കാലമായിട്ട് അങ്ങനെ അനങ്ങി നടക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും ക്ഷീണിച്ചു. പക്ഷേങ്കിൽ ഈ കാട്ടുവഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ആ ക്ഷീണമൊക്കെ അങ്ങ് പോകും. നല്ല സുഖമാണ്, നല്ല നല്ല രസമാണ്, നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ ഏകദേശം വ്യൂ പോയിൻ്റ് അടുത്ത് എത്തി കേട്ടോ. ഏകദേശം മുകളിലെത്തി. ആദ്യം കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഈ അമ്പലമാണ്. ശിവൻ്റെ അമ്പലമാണെന്ന് തോന്നുന്നു. ഇവിടെ സ്ഥിരമായിട്ട് പൂജയും കാര്യങ്ങളൊന്നും ഇല്ല. അമ്പലത്തിൻ്റെ ഇടതുവശത്ത് കാണുന്നതാണ് മെയിൻ വ്യൂ പോയിൻ്റ്. പിന്നെ വേറൊരു ചെറിയ വ്യൂ പോയിൻറ്റും കൂടി ഉണ്ട്. നമുക്കാദ്യം ചെറിയ വ്യൂ പോയിൻറ്റിൽ പോയിട്ട് മെയിൻ വ്യൂ പോയിൻറ്റിലേക്ക് വരാം.
ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ വ്യൂ പോയിൻ്റ്. കണ്ടോ, താഴെ കാണുന്നത് മൊത്തം കാണുന്ന മൊത്തം കോടയാണ് കേട്ടോ. നല്ല കോടയാണ്, ശരിക്കും ആകാശത്തിൻ്റെ മീതെ നിൽക്കുന്ന പോലെയുണ്ട്. ആഹാ, എന്താ ഭംഗി നോക്കിയേ. ഇതിലും ഭംഗി ആ മെയിൻ വ്യൂ പോയിന്റിലുണ്ടാവും. നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. നല്ല കോടയുമുണ്ട്, സൂര്യൻ ഉദിച്ച് വരുന്ന കാണാൻ നല്ല ഭംഗിയുമുണ്ട്. നല്ല ആസ്വദിക്കാൻ പറ്റിയ ഒരു കാഴ്ച തന്നെയാണ്. അപ്പം നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. നല്ല രാവിലെ വരുവാണെങ്കിൽ നല്ല കിടിലൻ സൺറൈസ് കണ്ടിട്ട് തിരിച്ചു പോകാം. നമ്മളൊക്കെ ശരിക്കും എല്ലാവരും എൻജോയ് ചെയ്തു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൽക്കാലം വിടവാങ്ങുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം മരക്കൻ.